വിഷമിച്ച് വളരെ നിരാശനായി അവനവിടെ മാറി ഇരുന്ന് കരയുകയാണ്. പെട്ടെന്ന് അതിലെ വേഷപ്രച്ഛന്നനായി ക്രിസ്തു കടന്നു വന്നു. പ്രാർത്ഥനയിലെ വർണ്ണവർഗ വ്യത്യാസമുണ്ടോ? കറുത്തവനെന്നും വെളുത്തവനെന്നോ, ചെറിയവനും വലിയവനും താഴ്ന്നവനും ഉയർന്നവനുമെന്ന വ്യത്യാസം ദൈവത്തിനുണ്ടോ? നമ്മൾ കേട്ടിട്ടില്ലേ, ദൈവം ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നവരെയാണ്. ഒരു കഥ പറഞ്ഞു കൊള്ളട്ടെ. വെളുത്ത വർഗ്ഗക്കാരുടെ വലിയൊരു പ്രാർത്ഥന നടക്കുകയാണ്. അതിലേക്ക് കയറുവാൻ വേണ്ടി എപ്പോഴും കറുത്ത വർഗ്ഗക്കാരനായ ഒരു മനുഷ്യൻ കടന്നു ചെല്ലും. അപ്പോഴെല്ലാം അവരവനെ അവിടെ നിന്ന് അകറ്റും. കാരണം ഇത് വെളുത്ത വർഗ്ഗക്കാരുടെ പ്രാർത്ഥനയാണ്, കറുത്ത വർഗ്ഗക്കാർക്ക് അവിടെ പ്രവേശനമില്ല. പല പ്രാവശ്യം അവിടെ ചെല്ലുമ്പോഴും ഈ മനുഷ്യനെ ആ വെളുത്ത വർഗ്ഗക്കാരെ അവിടെ നിന്ന് മാറ്റി നിർത്തും. അങ്ങനെ കാലങ്ങളെ അവൻ നോക്കി നിന്നു. ഒരു ക്രിസ്മസ് കടന്നു വന്നപ്പോൾ അവനുണ്ടായിരുന്ന ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിച്ച് വീണ്ടും അവൻ അവിടേക്ക് കടന്നു ചെന്നു. അപ്പോഴും അവനെ അവിടെ നിന്ന് അകറ്റി നിർത്തി. ഇത് വെളുത്ത വർഗ്ഗക്കാരുടെ പ്രാർത്ഥനയാണ്, കറുത്ത വർഗ്ഗക്കാരെ ഇതിൽ കയറ്റുകയില്ല. വിഷമിച്ച് വളരെ നിരാശനായി അവനവിടെ മാറി ഇരുന്ന് കരയുകയാണ്. പെട്ടെന്ന് അതിലെ വേഷപ്രച്ഛന്നനായി ക്രിസ്തു കടന്നു വന്നു. ക്രിസ്തു അവൻ്റെ തോളിൽ തട്ടിയിട്ട് ചോദിച്ചു, കുഞ്ഞെ, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ച് കരയുന്നത്? അപ്പോഴവൻ പറഞ്ഞു, അങ്ങോട്ട് നോക്കിക്കേ, അവിടെ വലിയൊരു പ്രാർത്ഥന നടക്കുക, വെളുത്ത വർഗ്ഗക്കാരുടെ പ്രാർത്ഥനയാണ്. ഞാൻ കറുത്ത വർഗ്ഗക്കാരനായതുകൊണ്ട് അവരെന്നെ അതിൽ പ്രവേശിപ്പിക്കുന്നില്ല. ഞാൻ ഒത്തിരി കാലമായി അതിനകത്ത് കയറി അവരുടെ കൂടെ ദൈവത്തെ ആരാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ക്രിസ്തുവാണ് ഇവൻ്റെ അടുത്ത് നിൽക്കുന്നതെന്ന് ഇവൻ അറിയുന്നില്ല. കാരണം ക്രിസ്തു വേഷപ്രച്ഛന്നനായിട്ടാണ് നിൽക്കുന്നത്. ക്രിസ്തു അപ്പോൾ അവനോടൊരു കാര്യം പറഞ്ഞു, കുഞ്ഞെ, 25 വർഷമായി ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറുവാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എനിക്ക് ഇന്ന് വരെ അതിനകത്ത് കയറാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിനെ ഓർത്ത് നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്ന്. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന വെളുത്തതോ കറുത്തതോ, ഉയർന്നവനോ താഴ്ന്നവനോ, ഇല്ലാത്തവനോ ഉള്ളവനോ എന്നുള്ളതല്ല. നമ്മൾ ആരായിരുന്നാലും നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവ സാന്നിധ്യമുണ്ടോ, ദൈവം ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയാണോ നമ്മൾ ചെയ്യുന്നത്? അങ്ങനെയുള്ളിടത്തെ ദൈവ സാന്നിധ്യം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയെ ദൈവം കേൾക്കുകയുള്ളൂ. പലപ്പോഴും നമുക്ക് പല സൗകര്യങ്ങളും ഒരുങ്ങുമ്പോൾ മറ്റു പലരെയും നമ്മൾ തള്ളി മാറ്റി നിർത്തും. മറ്റു പലരെയും കുറവുകളോടുകൂടി നമ്മൾ മാറ്റി നിർത്തുമ്പോൾ ഓർക്കുക, ആരിലാണ് എവിടെയാണ് ദൈവം പ്രവേശിക്കുന്നത്, ദൈവം പ്രസാദിക്കുന്നതെന്ന് നമുക്കറിയില്ല. കാരണം ശിഷ്ടൻ്റെ മേലും ദുഷ്ടൻ്റെ മേലും ദൈവത്തിന് കരുണയുണ്ടാകും. പാപികളോടും അല്ലെങ്കിൽ നിരാശരായി കഴിയുന്നവരോടും അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടവരോടുമൊക്കെ ആയിരിക്കും ചിലപ്പം ദൈവം കരുണ കാണിക്കുന്നത്. ക്രിസ്തു ഒരിക്കൽ പറഞ്ഞില്ലേ, ഞാൻ വിശക്കുന്നവനായി കടന്നു വന്നു, ഞാൻ നഗ്നനായി, ഞാൻ ഭവനമില്ലാത്തവനായി കടന്നു വന്നു, നിങ്ങൾ എന്നെ കണ്ടില്ല എന്ന്. പലപ്പോഴും നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളും വിശക്കുമ്പോൾ അവർ ക്രിസ്തു തന്നെയാണ്. നഗ്നനായി കടന്നു പോകുന്നവർ അവരും ക്രിസ്തു തന്നെയാണ്. ഭവനരഹിതരായി കടന്നു വരുന്നവരും ക്രിസ്തു തന്നെയാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരായ ഓരോ വ്യക്തിയെയും നമ്മൾ കരുതുകയും സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെയാണ് ചേർത്ത് പിടിക്കുന്നത്. ആരെയും വർഗവർണ്ണ താഴ്ച ഉയർച്ച ഇല്ലാതെ ഉള്ളത് എന്നതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടാതിരിക്കുക. ആരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് നമുക്കൊരിക്കലും നിശ്ചയിക്കാൻ സാധിക്കത്തില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.